ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചതായി പരാതി. പിലിക്കോട് കരപ്പാത്തി ആച്ചം വീട്ടിൽ രശ്മി സജിത് ദമ്പതികളുടെ പെൺകുഞ്ഞാണ് മരിച്ചത്. പയ്യന്നൂർ മുകുന്ദ ആശുപത്രിക്കെതിരെയാണ് പരാതി. ചികിത്സ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും പ്രസവ സമയത്തുണ്ടായ ഡോക്ടർക്കെതിരെയും ആശുപത്രി അധികൃതർക്കെതിരെയും നടപടിയും ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. പിലിക്കോട് കരപ്പാത്തെ ആച്ചം വീട്ടിൽ രശ്മി സജിത്ത് ദമ്പതികളുടെ 55 ദിവസം പ്രായമായ പെൺകുഞ്ഞാണ് മരിച്ചത്. പയ്യന്നൂർ മുകുന്ദ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് നവജാത ശിശുവിന്റെ മരണമെന്നാണ് പരാതി. കഴിഞ്ഞ ജനുവരി 23-നാണ് രശ്മി പയ്യന്നൂർ മുകുന്ദ ഹോസ്പിറ്റലിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. കുട്ടിക്ക് ശ്വാസതടസ്സമുണ്ടെന്നറിയിച്ച് ഹോസ്പിറ്റൽ അധികൃതർ ഉടൻ തന്നെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കുട്ടിയെ മാറ്റിയത് ബന്ധുക്കളെ അറിയിച്ചില്ലെന്നാണ് പ്രധാന ആരോപണം. പ്രസവ സമയത്ത് ഡോക്ടർ ഷാൻബാഗാണ് ഉണ്ടായിരുന്നതെന്നും മുകുന്ദ ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ സൗകര്യമില്ലാത്തതും പ്രസവ സമയത്ത് ഡോക്ടറുടെ കയ്യിൽ നിന്ന് പിഴവ് സംഭവിച്ചതിനാലുമാണ് കുട്ടിയെ രശ്മിയെയും ബന്ധുക്കളെയും അറിയിക്കാതെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും കുടുംബം ആരോപിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ പ്രസവിച്ചിട്ടുണ്ട്, രശ്മി പ്രസവിച്ചു, പെൺകുഞ്ഞാണെന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കുട്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഉടനെ പരിഹാരത്തെത്തിക്കണം, പിന്നെ വെന്റിലേറ്ററിൽ സൗകര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വെന്റിലേറ്ററിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വെന്റിലേറ്ററിലാക്കണം എന്ന് പറഞ്ഞ് ഇവർ ആ ഡോക്ടർ തന്നെ ആംബുലൻസ് വിളിച്ച് വരുത്തി. ആ ഡോക്ടർ കുട്ടിയുടെ ബാക്കിലിരുന്നു. ആ സമയത്ത് കുട്ടിയുടെ അച്ഛൻ്റെ അനുജൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അനുജൻ ബാക്കിൽ കയറാൻ നോക്കിയപ്പോൾ പറഞ്ഞു നിങ്ങൾ മുന്നിൽ കയറിയാൽ മതി. ബാക്കിൽ ഒരു നേഴ്സും ഉണ്ടായിന്നാണ് പറയപ്പെടുന്നത്, അറിയില്ല. അപ്പോൾ ആ സമയത്തും ഓക്സിജനോട് കൂടിയുള്ള ഇതാണെന്ന് പറഞ്ഞു എന്നല്ലാതെ ട്യൂബ് ഇട്ടിട്ട് ഒരു ഓക്സിജനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ആ സമയത്ത് ഓക്സിജൻ കിട്ടാതെ കൊണ്ടാണ് കുട്ടിക്ക് പ്രശ്നം ഉണ്ടായിരുന്നതാണ്. കുട്ടിയുടെ ബ്രെയിൻ കംപ്ലീറ്റ് ഇതായിന്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓക്സിജൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നെന്ന് പരിഹാരത്തിലുള്ള ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ നേരിട്ടല്ലാതെ അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നത്. പിന്നീട് അവരും അതും ഒരു ഒന്നുമല്ലാത്ത രീതിയിൽ പറയാനുണ്ടായത്. ഈ പരിഹാരത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 3/4 മണിക്കൂറോളം താമസിച്ചു. 55-ാം ദിവസം കുട്ടി മരിച്ചതായി അറിയിക്കുകയായിരുന്നു. ചികിത്സ സംബന്ധിച്ച് അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത അറിയിക്കണമെന്നും പ്രസവ സമയത്തുണ്ടായ ഡോക്ടർക്കെതിരെയും ആശുപത്രി അധികൃതർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.